അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ജഗദംബികയായ ഭഗവതിയെ ദേവീഭാഗവത ഉപാസനയിലൂടെ അമ്മയെ അറിയാൻ എന്ന രീതിയിൽ ഒരു പുതിയ അക്ഷരസപര്യ ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചോറ്റാനിക്കരമ്മയെന്ന ജഗജ്ജനനി ഭുക്തിയും മുക്തിയും ഭക്തിയും തന്ന് അനുഗ്രഹിച്ച ആ മാതൃവാത്സല്യത്തെ ഓർക്കാതെ സാധിക്കില്ല. 50 വർഷങ്ങൾക്ക് മുമ്പ് ചോറ്റാനിക്കരമ്മയുടെ മേൽശാന്തിയായി എൻ്റെ അച്ഛൻ മൂർക്കന്നൂർ കൃഷ്ണൻ നമ്പൂതിരി ആ കാരുണ്യ ശ്രീകോവിലേക്ക് കടന്നു ചെന്നു. പിന്നീട് 4 വട്ടം ചോറ്റാനിക്കരമ്മയുടെ മേൽശാന്തിയാവാനും 4 വട്ടം ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയാകാനും ഉള്ള വലിയ ഭാഗ്യം ആ അമ്മേ നാരായണ എന്ന 2 ശക്തികൾ അച്ഛനിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു തന്നു. അച്ഛൻ്റെ തൂലികത്തുമ്പിൽ നിന്നും ഭക്തിയുടെ അനർഗളമായ പ്രവാഹമായി അച്ഛനെഴുതിയ ഉദ്ഘാടനം ചെയ്യുവാൻ എന്ന ശ്ലോകമാല്യം ആദ്യം ആ അമ്മയുടെ തിരുകണ്ഠത്തിൽ അണിയിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഉദ്ഘാടനം ചെയ്യുവാൻ എന്നാണ് ഈ ശ്ലോകമാല്യത്തിന് അച്ഛൻ നൽകിയ പേര്. അത് ഇവിടെ ചൊല്ലുകയാണ്. ചോറ്റാനിക്കര വാണിടും ഭഗവതി ത്വത്പാദപത്മങ്ങളിൽ ചാർത്താനുള്ളൊരു പൂവിനായി പലനാൾ ക്ലേശിച്ചൊരൻ ജീവിതം ചുറ്റി വലഞ്ഞു നീണ്ട ഭജനം കൊല്ലങ്ങൾ ഞാൻ ചെയ്കിലും മാറ്റിത്തങ്ങൾ നിറഞ്ഞൊരൻ വിനകളോ
തീരാത്തതാണത്ഭുതം. ശാന്തിക്കെന്നെ വിളിക്കുവാനൊരു തരം വന്നെങ്കിലാട്ടെ, മനഃശാന്തിക്കായി ഇനിയേറെ നാളടിയനെ ശിക്ഷാർഹനാക്കിയിടൊല. ശാന്താകാരവപുസ്സെടുത്ത ഭഗവാനോടൊന്നു ചോദിച്ചു വിശ്രാന്തിക്കാസ്പദമായ പൂജകപദം നൽകി സഹായിക്കണം. എന്നാണമ്മ കനിഞ്ഞിടുന്ന സുദിനം വന്നിടുമെന്നോർത്തു നാളെണ്ണിത്തള്ളി നയിച്ചിടുന്നതവിടുന്നല്ലാതെ കാണുന്നിതോ. എന്നമ്മയ്ക്കു കടുത്ത രോഷമിവനോടെന്നോ, ജഗന്നായികേ ദണ്ഡിപ്പിക്കരുതെന്നെയൻ വിനകളെ തീർത്തൊന്നു രക്ഷിക്കണം. സത്യത്തിനു വിരുദ്ധമായി പലതും ചെയ്യിക്കുമി ജീവിതം, സ്വാർത്ഥത്തിനു പുകഴ്ച പൂണ്ട മനുജന്മാർ ദിവ്യരാം കാലവും. സാരം വാക്കുകൾ മിഥ്യയെന്നു വരുമാറുച്ചത്തിൽ ചൊല്ലുന്നതേ സായുജ്യം വരുകെന്ന മട്ടിലതിനെ പൂജിപ്പൂ മാലോകരും. പറ്റാം തെറ്റുകൾ എത്രയെങ്കിലും അഹോ, നിൻ പാദപത്മങ്ങളിൽ പറ്റിക്കൂടുവതിന്നു മാത്രമടിയെന്നൊക്കാതെയും വന്നിടാം. ചുറ്റിക്കേണ്ടവനെന്ന മട്ടിലവിടുന്നെന്നെ ധരിച്ചാലിനി പറ്റിക്കാനൊരു താപ്പു നോക്കിയടിയൻ നാവിട്ടടിക്കും ദൃഢം. മായാലോകമിവന്നു നിത്യദുരിതക്കുണ്ടെന്നു തോന്നിയിടണം. മാതൃത്വത്തിനു കാതലാം ഭവതി തൻ രൂപം ചിദാനന്ദകം. ഭാവോന്മാദകമായൊരജ്ഞതയിൽ ഞാൻ ആരും തുണയ്ക്കാവിധം മാലിൽ പെട്ടുഴലാതെ നോക്കുവതിനീ മാതാവു മാത്രം തുണ. എത്തേണം മമ ചിന്തയെന്നും അവിടെ തൃപ്പാദപത്മങ്ങളിൽ ചിത്തേ മറ്റൊരു വസ്തു തോന്നരുതിതോ മാതൃത്വ സംഭോഷണം. എല്ലായ്പ്പോഴും എനിക്കു വേണ്ടി അവിടുന്നൊത്താശ ചെയ്യായിലോ എന്നും ഞാനൊരു പാപിയായി ദുരിതക്കുണ്ടിൽ കിടന്നിടുമേ. പ്രാരബ്ധത്തിരമാല വന്നടിയനിൽ ക്ലേശങ്ങൾ സൃഷ്ടിക്കിലും പാരുഷ്യം കലരും പടിക്കടിയനിൽ ത്വച്ചിന്ത വിട്ടാകിലും പാലാഴിക്കുടയോന്റെ പത്നി അവിടുന്നെന്നെ ത്യജിച്ചിടുകിൽ പാരം പാരിനു ഭാരമായി അടിയന്നില്ലാശ ജീവിക്കുവാൻ. കാലുഷ്യം കരുതേണ്ട മട്ടിലടിയൻ തെറ്റൊന്നുമിന്നേ വരെ കാണിക്കാനിടയായതില്ല. വെറുതെ ശിക്ഷിക്കയോ സാഹസം. കാരുണ്യത്തിനു കാത്തുകാത്തടിയനോ വാർദ്ധക്യമാർന്നീടിലും കാൽത്താരിങ്കലുറച്ച ഭക്തിയരുളിക്കൊണ്ടെന്നെ രക്ഷിക്കണേ. നേരിൽ നിൻ സവിധത്തിലെത്തിയടിയൻ പ്രാരബ്ധ സംപീഡിതൻ. നാമോച്ചാരണ മന്ത്രഘോഷകുസുമം നിൻ മുന്നിലർപ്പിക്കുവാൻ. നാമം ഭംഗിയിൽ മാറി മാറി ഉര ചെയ്തിടാൻ സദാ നിൻ പദേ നിത്യം പൂജകനൊത്ത മാന്യപദവീ ക്ലിഷ്ടന്നു തന്നീടുമോ. ഇല്ലത്തൊന്നിനുമില്ല മാർഗമഥവാ പൂജിച്ചു കൂടിയിടുവാൻ. ഇല്ലം തന്നെയുമില്ല എന്ന നിലയാണിന്നെൻ്റെ ഈ ജീവിതം. ഇല്ലാ മോഹമെനിക്കു വാച്ച നിലയായെന്നാലും ആശിപ്പു ഞാൻ.
വല്ലാതാർത്തിയൊഴിഞ്ഞു പൂജക നിലയ്ക്കമ്മേ ഭജിച്ചിടുവാൻ. ആശാപാശമറുത്തിടാത്ത മനുജൻ ചോദിച്ചതൊക്കെ തരാനാശിച്ചങ്ങനെ കയ്യു നീട്ടി വിലസും വിശ്വൈകനാഥേ തൊഴാം. ക്ലേശം സർവമൊഴിച്ചു ഭക്തിയരുളാൻ നാളേറെ നീക്കേണമോ വിശ്വാസം മതി. നിൻ പദത്തണലിലേക്കെന്നല്ലി വേദോക്തികൾ. ഒട്ടാണ്ടായി വിഴുപ്പുകെട്ടു തലയിൽ ഭേസി സ്വയം നീങ്ങുവാനൊക്കാമട്ടിലിരച്ചു കേറിടുമതിൻ നാറ്റം സഹിച്ചും സദാ ഒന്നിനും കഴിയാതെ പൊങ്ങുതടി പോൽ പൊങ്ങിക്കിടക്കുന്നിവൻ ഒന്നെന്നിൽ കനിയേണമമ്മ കരുണക്കണ്ണൊന്നയക്കേണമേ. ഒറ്റയ്ക്കെന്നിലെ വൃത്തികേടു കഴുകാൻ സച്ചിത്തമേകിടുവാൻ ഒക്കില്ലെന്നു വരുന്നതാകിൽ ഹരിയെ കൂട്ടിന്നു കൂട്ടാം ശിവേ. ഒറ്റക്കാലനു തുല്യമാകുമടിയെന്നങ്ങോട്ടടുത്തെത്തുവാനൊക്കില്ലെന്നതറിഞ്ഞു നിങ്ങളിരുപേരിങ്ങെത്തിയാൽ ഭാഗ്യവാൻ. സായുജ്യത്തിനു വേണ്ടിയല്ല ഭഗവത് ധ്യാനം നടത്തും ബുധർ. സാക്ഷാൽ ശ്രീഹരി തൻ്റെ പാദയുഗളം കണ്ടോർത്തു പാർത്തിടുവാൻ. സാക്ഷാൽ വായുപുരത്തിലെത്തി അവിടുത്തെ തൃപ്തി നേടിയിടുവാൻ. സർവാലങ്കൃതനായ ബാലഹരിയെ കിട്ടാൻ വിടാതായിടാൻ. സാഷ്ടാംഗം പ്രണമിപ്പു ശാന്തി വരുവാനീയുള്ളവൻ നിൻപതേ വന്നേക്കാം ഒരു വേള നിന്റെ ഭജനക്കാരൻ്റെ വേഷത്തിൽ ഞാൻ. അന്നാ നാടകരംഗപൂജ മുഴുമിപ്പിച്ചിടുവാൻ ശ്രീഹരിക്കുന്നേ ചാർജു കൊടുപ്പു രംഗമതുപോൽ ഉദ്ഘാടനം ചെയ്യുവാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. വീഴുന്നു മൂകാംബികേ. ജഗജ്ജനനിയായ അമ്മയെ അറിയാൻ, ആ ഭഗവതിയുടെ ലീലകളെ അനുസ്മരിക്കാൻ, ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷങ്ങളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ ജീവിതയാത്രയിലുടനീളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ഇപ്പോഴാ മറ്റൊരു രീതിയിൽ ആ ഭഗവത് ചൈതന്യത്തെ അറിയാൻ സാധിക്കുന്നു. 1000 ദിവസങ്ങളിലായി ശ്രീമദ് ഭാഗവത പുരാണത്തെ അനുസ്മരിക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനും അതിലലിഞ്ഞ് അതിൻ്റെ അനുഭൂതി തലങ്ങളിലേക്ക് എത്താനുമൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സാധിച്ചു. മാതൃദിനം
ആഘോഷിക്കുന്ന കഴിഞ്ഞ ഞായറാഴ്ച ആ ശ്രീമദ് ഭാഗവതം സമർപ്പിച്ചപ്പോൾ അത് മാതൃപാദങ്ങളിൽ ഒരു പുതിയ അക്ഷരപൂജ തുടങ്ങാനുള്ള ആരംഭത്തിനുള്ള കാരണമായി മാറി. ഇന്ന് ഇടവമാസം 1-ാം തീയതിയാണ്, 30 വ്യാഴാഴ്ചയാണ്. വ്യാഴസ്വരൂപനായ ഭഗവാനെ, ആ പൊന്നുഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. നേരത്തെ അച്ഛനെഴുതിയ ഉദ്ഘാടനം ചെയ്യുവാൻ എന്ന ശ്ലോകമാല്യം നമ്മൾ പാടി സമർപ്പിച്ചു. അവിടെ ചോറ്റാനിക്കരമ്മയുടെ മേൽശാന്തിപദം 2 വർഷക്കാലം അനുഭവിക്കാനും ആസ്വദിക്കാനും ആനന്ദിക്കാനും സാധിച്ചതിനെ തുടർന്നാണ് 2 മാസങ്ങൾക്കുള്ളിൽ പൊന്നുഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിപദം ആദ്യമായി അച്ഛനെ തേടിയെത്തുന്നത്. ഇവിടെ ഈ ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യത്തോടു കൂടിയാണ് ഏതൊരു പുരാണങ്ങളെ പോലെ നമ്മളും ആരംഭിക്കുന്നത്. ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളമമ്പായാം എന്ന് വളരെ വിഖ്യാതമായ ഒരു പ്രമാണമുണ്ട്. ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ആ അമ്മയുടെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്ന് നമുക്കിതാ പല രംഗങ്ങളിലൂടെ അനുഭവമാണ്, ആ ഭഗവതിയുടെ അനുഗ്രഹവുമാണ്. 18 പുരാണങ്ങളിൽ മുഖ്യമായ ശ്രീമദ് ദേവി ഭാഗവതം കഥകളും ഉപകഥകളും ജീവിത സ്പർശിയായിരിക്കുന്ന തത്വങ്ങളും കൊണ്ട് പരിപൂർണമായ അർത്ഥത്തിൽ സമ്പന്നമാണ്. പരമാത്മാ സ്വരൂപത്തിലുള്ള ജഗജ്ജനനിയായ ആ അംബയുടെ പരാശക്തിയുടെ അവതാരങ്ങൾ, മൂർത്തിഭേദങ്ങൾ, സ്തുതികൾ, കവചങ്ങൾ, മന്ത്രങ്ങൾ, പൂജാക്രമങ്ങൾ, നിവേദ്യങ്ങൾ, ഭസ്മനിർമ്മാണം, ഭസ്മധാരണാവിധി, ഫലം, രുദ്രാക്ഷധാരണാവിധി, പ്രയോജനം, ഇതൊക്കെ ഭംഗിയായി വിശദമായി ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളുടെയും പുണ്യതീർത്ഥങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കാനും ഗായത്രി മന്ത്രം, അർത്ഥം, തത്വം, സഹസ്രനാമം, മാഹാത്മ്യം, ഉപാസന ഒക്കെ അനുസ്മരിക്കാനും ഇത് ഒരു കാരണമായി തീരുന്നു. ശക്തിയായും ദുർഗയായും ഭദ്രകാളിയായും സരസ്വതിയായും ഒക്കെ പല പല അഭിധാനങ്ങളോടുകൂടി ആ ജഗജ്ജനനി, ആ ഈശ്വര ചൈതന്യം മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. സർവം ഖല്വിതമേവാഹം നാന്യദസ്തി സനാതനം എന്ന് ദേവി ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്നുമല്ല, ഈ ലോകം മുഴുവൻ ആ ഭഗവതി മാത്രമാണ് എന്ന് കാണിക്കുന്നു. തായേ നിന്നടിതാർ തൊഴുന്നൊരടിയാർക്കെന്നെന്നും ആലംബമായി നീയേയുള്ളൂ. ജഗത്തിലാരൊരു വളിത്രയ്ക്കും കൃപാലോലയായി. മായേ സുംഭനിസുംഭമർദിനി കനിഞ്ഞേകേണമേ നിസ്തുല ശ്രീയേഴും. പരഭക്തിയേയുമൊടുവിൽ കൈവല്യധാമത്തെയും എന്ന് വിഖ്യാതനായ ആരാധ്യനായ ഭക്തോത്തമൻ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ശ്രീമദ് ദേവി മഹാഭാഗവതത്തിന് തർജ്ജമ എഴുതിയപ്പോൾ എഴുതി വച്ചിട്ടുണ്ട്. സ്കന്ദപുരാണത്തിലെ 5 അധ്യായങ്ങളിലൂടെ പറയുന്ന ദേവി മാഹാത്മ്യത്തിൻ്റെ ആ പ്രാധാന്യം, അല്ലെങ്കിൽ ദേവി ഭാഗവത മാഹാത്മ്യം, പിന്നീട് 318 അധ്യായങ്ങളിലൂടെ ഇത് മുന്നോട്ട് പോകുന്നു. 12 സ്കന്ധങ്ങൾ. ആ 12 സ്കന്ധങ്ങളിൽ
318 അധ്യായങ്ങൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 12ാമത്തെ സ്കന്ധം, ആ 12 സ്കന്ധത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഏറ്റവും കുറവ് ശ്ലോകങ്ങളും അതേപോലെ ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങളും ഈ സ്കന്ധത്തിലാണ് എന്ന് കാണാൻ സാധിക്കുന്നു. 12 സ്കന്ധത്തിൻ്റെ 4ാമത്തെ അധ്യായത്തിൽ കേവലം 8 ശ്ലോകങ്ങൾ മാത്രമാണ്. എന്നാൽ അതിൻ്റെ 6ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ 165 ശ്ലോകങ്ങൾ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഏറ്റവും കുറവും ഏറ്റവും കൂടുതലും ശ്ലോകങ്ങളുള്ളത് 12 സ്കന്ധത്തിലാണ് എന്ന് നമുക്കിതാ കാണാൻ സാധിക്കുന്നു. അതേപോലെ ഏറ്റവും കൂടുതൽ അധ്യായങ്ങളുള്ളത് അത് 9ാം സ്കന്ധത്തിലാണ് എന്നും കാണാൻ സാധിക്കുന്നു. 50 അധ്യായങ്ങൾ 9ാം സ്കന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പുരാ അപി നവം എന്ന് പുരാണത്തെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ എണ്ണം കൊണ്ടും വിഷയവൈവിധ്യം കൊണ്ടും ഭാരതീയ സംസ്കാര പാരമ്പര്യത്തിൻ്റെ ഏറ്റവും പഠനാർഹങ്ങളും ശ്രദ്ധേയവുമായിട്ടുള്ള ഒരു ഭാഗമാണ് പുരാണങ്ങൾ. പുരാണങ്ങളെ പൊതുവിൽ അതിൻ്റെ ലക്ഷണം അനുസരിച്ച് മഹാപുരാണങ്ങൾ, ഉപപുരാണങ്ങൾ എന്ന് രണ്ടായിട്ട് പറയാറുണ്ട്. രജോ ഗുണപ്രധാനമായിട്ടുള്ളതാണ് ബ്രഹ്മാവിനെ സംബന്ധിക്കുന്ന പുരാണങ്ങൾ. ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡപുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, മാർക്കണ്ഡേയ പുരാണം, ഭവിഷ്യപുരാണം, വാമനപുരാണം, ഇങ്ങനെ 6 രജോ ഗുണത്തെ കാണിക്കുന്ന ബ്രഹ്മാവിനെ സംബന്ധിക്കുന്നതാണ്. വിഷ്ണുപുരാണം, ഭാഗവത പുരാണം, നാരദീയ പുരാണം, ഗരുഡപുരാണം, പത്മപുരാണം, വരാഹപുരാണം, ഇത് സത്വഗുണപ്രധാനിയായിരിക്കുന്ന വിഷ്ണുവിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പറയുന്നു. തമോ ഗുണപ്രധാനമായി ശിവന് പ്രാധാന്യം നൽകുന്നതാണ് വായുപുരാണം, ലിംഗപുരാണം, സ്കന്ദപുരാണം, അഗ്നിപുരാണം, മത്സ്യപുരാണം, കൂർമ്മപുരാണം, അവിടെയും 6. അപ്പോൾ ചില പുരാണങ്ങളെ സംബന്ധിച്ച് ചില പക്ഷാന്തരങ്ങളുണ്ട്. 18 പുരാണങ്ങൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു നിലയ്ക്ക്. എന്നാൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സ്ഥാനം ദേവീഭാഗവതത്തിന് നൽകുന്ന ദേവ്യുപാസകന്മാർ, മറ്റു ചിലർ അത് കാളികാപുരാണത്തിന് നൽകുന്നു, മറ്റു ചിലർ ശിവപുരാണത്തെ മഹാപുരാണങ്ങളിൽ ഒന്നായിട്ട് പരിഗണിക്കുന്നു. അപ്പോൾ മഹാപുരാണങ്ങളെ സംബന്ധിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. ഇങ്ങനെ പുരാണങ്ങൾ 18, ഉപപുരാണങ്ങളും 18 പറയുന്നു. ഒരു പക്ഷേ ഉപപുരാണങ്ങളുടെ സംഖ്യ അതിലും എത്രയോ കൂടുതൽ വരും. കൂർമ്മപുരാണം ഉപപുരാണങ്ങളായിട്ട് സങ്കല്പിക്കാറുണ്ട്. സനൽകുമാരപുരാണം, നാരസിംഹപുരാണം, സ്കാന്തം, ശിവധർമ്മം, ദൗർവാസസം, നാരദീയം, കാപിലം, മാഹേശ്വരം, ഔശനസം, ബ്രഹ്മാണ്ഡം, വാരുണം, കാളികം, വാമനം, സാംബം, സൗരം, പാരാശരം, മാരീചം, ഭാർഗവം, ഇങ്ങനെ പല രീതിയിൽ കാണാൻ സാധിക്കും. എന്നാൽ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, മൂതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം എന്നീ 10 ലക്ഷണങ്ങളാണ് മഹാപുരാണങ്ങൾക്കുള്ളത്. അപ്പം അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം അതിന് പ്രത്യേകതയായിട്ട് പറയുന്നു. അതേസമയം നമുക്ക് കാണാൻ സാധിക്കുന്നു സൃഷ്ടി, വിസൃഷ്ടി, സ്ഥിതി, പാലനം, കർമ്മവാസന, മനുവാർത്ത, പ്രളയവർണ്ണനം, മോക്ഷനിരൂപണം, ഹരികീർത്തനം, ദേവകീർത്തനം, ഇങ്ങനെ 10 ലക്ഷണങ്ങൾ ബ്രഹ്മവൈവർത്ത പുരാണം കാണിക്കുന്നു. സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം, ഇങ്ങനെ 5 ലക്ഷണങ്ങളാണ് പുരാണങ്ങൾക്ക് പൊതുവിലുള്ളത് എന്ന് മറ്റു ചിലരും പറയുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു വേദാധികാരമില്ലാത്ത ആളുകൾക്ക് വൈദികമായ ആശയങ്ങളെ വിശദീകരിച്ചു കൊടുക്കുക, അതാണ് പുരാണത്തിൻ്റെ ധർമ്മം. ആഖ്യാനങ്ങളിലൂടെ, ഉപാഖ്യാനങ്ങളിലൂടെ ഇത് കാണുന്നു. അങ്ങനെ കലാ, സാഹിത്യം, ഭൈഷജ്യം, രോഗവുമായിട്ടുള്ള ബന്ധപ്പെട്ട മരുന്ന്, ആചാരങ്ങൾ, ഭക്ഷ്യാഭക്ഷ്യങ്ങൾ, വിശിഷ്ടാചാരങ്ങൾ, ആശൗചവിധികൾ, കർമ്മനിയമങ്ങൾ, ദ്രവ്യശുദ്ധി, ഇതൊക്കെ പുരാണങ്ങളിൽ കടന്നു വരുന്നു. പിന്നീട് ഇതൊക്കെ ഒരുപക്ഷെ പുരാണങ്ങളിൽ കൂട്ടിച്ചേർത്തതാവും എന്ന് പോലും ചരിത്രകാരന്മാർ
പറയുന്നുണ്ട്. അപ്പോൾ ഈ അഷ്ടാദശ പുരാണങ്ങളും വ്യാസനിർമ്മിതങ്ങളാണ് എന്നും അതേപോലെ തന്നെ ഈ ഏഴാമത്തെ മന്വന്തരം വൈവസ്വത മന്വന്തരമാണ്, അതിലെ 28ാമത്തെ ചതുർയുഗമാണ് ഇപ്പം നിലനിൽക്കുന്നത് എന്നും ഈ യുഗത്തിലെ ദ്വാപരത്തിൽ സത്യവതീപുത്രനായിരിക്കുന്ന വേദവ്യാസൻ പുരാണങ്ങളെ നിർമ്മിച്ചു. കഴിഞ്ഞ ദ്വാപരത്തിൽ 27 വ്യാസന്മാർ പുരാണ രചന നിർവഹിച്ചിട്ടുണ്ട് എന്ന് ദേവി ഭാഗവതവും കാണിക്കുന്നു. അപ്പോൾ ഓരോ സന്ദർഭത്തിലും പുരാണങ്ങളുടെ അംഗീകാരം, അതിന് ക്ഷയം സംഭവിക്കുമ്പോൾ ഭഗവാൻ വ്യാസരൂപത്തിൽ അവതരിച്ചു ഓരോ പുരാണങ്ങളെയും നിർമ്മിക്കുന്നു. അപ്പോൾ എല്ലാ പുരാണങ്ങളും നിർമ്മിച്ചത് ഒരു വ്യാസനല്ല എന്നും പറയുന്നു. അപ്പോൾ ഒരു യുഗത്തിലെ എല്ലാ പുരാണങ്ങളുടെ കർത്തൃത്വം ഒരു വ്യാസനാണ് എന്നും പറയുന്നു. ഏതായാലും നൈമിഷാരണ്യത്തിൽ സൂത ശൗനക സംവാദ രൂപത്തിൽ ആണ് പുരാണങ്ങളുടെ ആഖ്യാനം അല്ലെങ്കിൽ രചന. ഋഷീശ്വരന്മാർ സംശയം ചോദിക്കുന്നു. അതിന് മറുപടിയായി സൂതൻ പുരാണങ്ങളെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ നോക്കൂ, വേദജ്ഞനോ വേദാധികാരിയോ ആയ ബ്രാഹ്മണനല്ല ഈ സൂതൻ. സ്ത്രീകൾ, ശൂദ്രർ, അധമദ്വിജർ ഇവർക്ക് വേദ അർത്ഥത്തെ മനസ്സിലാക്കാൻ വേണ്ടി പുരാണങ്ങളുടെ വക്താവായിട്ടിരിക്കുന്നു. നോക്കൂ, ചോദ്യകർത്താക്കൾ വേദജ്ഞരായിട്ടുള്ള ഋഷികൾ. അപ്പോൾ ഈ ഒരു വൈപരീത്യം അത് നമുക്ക് പ്രത്യേകമായിട്ട് ഇതിൽ കാണാൻ സാധിക്കുന്നു എന്നും പറയുന്നു. യജ്ഞങ്ങളുടെ ഉപാംഗമായിട്ട് പ്രാചീന കഥാഖ്യാനങ്ങൾ നിർവഹിച്ചു വന്നിരുന്നത് ആരാണ്? ബ്രാഹ്മണരാണ്. ആ സ്ഥാനം സൂതന് ലഭിച്ചു. പുരാണ സംഹിതകൾ ക്രോഡീകരിച്ച് വ്യാസൻ തൻ്റെ ശിഷ്യനായ രോമഹർഷണന് അത് പകർന്നു കൊടുത്തു. അദ്ദേഹം 6 വ്യത്യസ്ത പാഠങ്ങളാക്കി അതിനെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു എന്നും പറയുന്നു. അപ്പോൾ സൂതൻ ഒരാളാണല്ലോ. രോമഹർഷണൻ എന്ന സൂതനെ ബലരാമൻ കൊന്നതായും മഹർഷിമാരുടെ അപേക്ഷ അനുസരിച്ച്, അവരുടെ ആഗ്രഹമനുസരിച്ച് അവിടെ ഉഗ്രശ്രവസ എന്ന ഈ രോമഹർഷണൻ്റെ പുത്രനെ സൂതനാക്കി എന്നും ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പുരാണങ്ങൾ വേദതുല്യങ്ങളാണ്, വേദാർത്ഥങ്ങളെ വിശദീകരിക്കുന്നതാണ് എന്നും കാണുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ ആത്യന്തികമായ മൂല്യം മുക്തിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ദേവീ ഭാഗവതം വിഭജനമനുസരിച്ച് പറയുമ്പോൾ ഉപപുരാണത്തിലാണെങ്കിലും പ്രാധാന്യം കൊണ്ടും അതിൻ്റെ പ്രചാരം കൊണ്ടും ഇന്ന് മഹാപുരാണങ്ങൾ ആ മഹത്വം ദേവീ ഭാഗവതത്തിനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 12 സ്കന്ധങ്ങളിലായി നേരത്തെ പറഞ്ഞു, 318 അധ്യായങ്ങളിലായി 18,000-ഓളം വരുന്ന ശ്ലോകങ്ങളിലാണ് ഈ ദേവീ ഭാഗവതത്തെ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഭാഗവതത്തിൽ തക്ഷകദംശനം ഏൽക്കാൻ പോകുന്ന പരീക്ഷത്തിന് ശ്രീ ശുഖബ്രഹ്മർഷി ഭാഗവതം ഉപദേശിച്ചു എന്നാണ്. ഇവിടെ തക്ഷകദംശനമേറ്റ് അപവർത്തി ആ തൻ്റെ ആ അച്ഛനു വേണ്ടി സർപ്പസത്രം നടത്തിയ ജനമേജയൻ, ആ ജനമേജയന് സർപ്പസത്രത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഭാഗവതകാരനായ വ്യാസൻ ദേവീ ഭാഗവതം കേൾപ്പിക്കുന്നു. അതുകൊണ്ട് ജനമേജയൻ നടത്തിയ ദേവീമഖം, ആ ദേവീ ഭാഗവത യജ്ഞത്തിൻ്റെ ഫലമായി പരീക്ഷത്തിന് മുക്തി ലഭിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ നിരവധി ആഖ്യാനങ്ങളും ഉപാഖ്യാനങ്ങളും ഇതിൽ കാണാൻ സാധിക്കും. രാമചരിതം, കൃഷ്ണചരിതം, തുളസി മാഹാത്മ്യം, രുദ്രാക്ഷ മാഹാത്മ്യം, ഭസ്മം ധരിക്കേണ്ടതെങ്ങനെ, ശൗചസ്നാനാദി വിധികൾ, സന്ധ്യാവന്ദനം, ഗായത്രിയുടെ മാഹാത്മ്യം, ഗായത്രിയുടെ ഉപാസന, ഗായത്രി സഹസ്രനാമം തുടങ്ങി പലതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം, ഈ 5 ലക്ഷണങ്ങൾ ദേവീ ഭാഗവതത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇപ്പം ഇവിടെ ആ ദേവിയുടെ 3 ഭാവങ്ങൾ, സത്വഗുണം മഹാലക്ഷ്മിയായും രജോ ഗുണം സരസ്വതിയായും തമോ ഗുണം ഭദ്രകാളിയായിട്ടും പറയപ്പെടുന്നു. അപ്പോൾ ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സൃഷ്ടിയെ പ്രതിപാദിക്കുന്നതാണ് പ്രതിസർഗം എന്ന് പറയുന്നത്.
ആ ഭഗവതിയുടെ സൃഷ്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ അവതാരത്തെക്കുറിച്ച് പറയുന്നത് സർഗം. സൂര്യവംശത്തിൽപ്പെട്ട രാജാക്കന്മാരുടെ ആ ഹിരണ്യകശിപു തുടങ്ങിയവരുടെയൊക്കെ വംശവർണ്ണന വംശം എന്നുള്ളതിന് പറയുന്നു. പിന്നെ ഓരോ മന്വന്തരത്തിലും അവരുടെ കാലസംഖ്യ അത് മന്വന്തരം, അവരുടെ വംശപരമ്പരയെക്കുറിച്ച് വംശാനുചരിതം, ഇതൊക്കെ ദേവീഭാഗവതത്തിൽ വളരെ കൃത്യമായി വർണ്ണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ആ പരാശക്തി, പരമമായ ആ ശക്തി പരമാത്മാവിനെ പോലെ നിർഗുണയാണ്, അതേപോലെ തന്നെ സഗുണയുമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഭുക്തിയും മുക്തിയും ഒരേപോലെ ദേവീഭാഗവതത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. ഭുക്തിയെ പുരാണം നിസ്സാരീവൽക്കരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഭുക്തിയും മുക്തിയും നൽകാൻ അമ്മയ്ക്ക് സാധിക്കും. അങ്ങനെ ഭക്തി ഇഹലോക സുഖങ്ങൾ നൽകിക്കൊണ്ട് മുക്തിയിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് ഭൗതിക ജീവിതത്തെ പൂർണ്ണമായും തമസ്കരിക്കുന്ന ആത്മീയ രീതിയല്ല ദേവീഭാഗവതം. ഇപ്പോൾ പരാശക്തിയും ഭക്തനും തമ്മിലുള്ള ദൂരമാണ് ഭക്തി. ആ ദൂരം കുറച്ച് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ ഭക്തി കൂടി 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 വരും. ഒടുവിൽ പരാശക്തിയുടെ ലോകത്ത് താതാത്മ്യം പ്രാപിക്കുക, ഇതാണ് മുക്തി. ദേവീവധ പ്രാപ്തിയാണ് മുക്തി. ഇപ്പോൾ സർവാഭീഷ്ട വരപ്രധാനിയായിരിക്കുന്ന സർവേശ്വരിയായിരിക്കുന്ന ഭഗവതി, ആ ഭഗവതിയുടെ വിവിധങ്ങളായിട്ടുള്ള അപദാനങ്ങളെ നമുക്ക് വരും ദിവസങ്ങളിൽ അനുസ്മരിക്കാം. സ്കന്ദപുരാണത്തിലെ 5 അധ്യായങ്ങളിലൂടെ പറയുന്ന മാഹാത്മ്യം നമുക്ക് നാളെ അനുസ്മരിച്ചു തുടങ്ങാം. ഇന്ന് ഇതിൻ്റെ ഒരു തുടക്കം, ഒരു ആമുഖം, ഒരു അവതാരിക എന്നുള്ള രീതിയിൽ ഇത്ര പറഞ്ഞു എന്ന് മാത്രം. സാധാരണ രീതിയിൽ നവാഹമായിട്ടാണ് ദേവീഭാഗവതം പാടാറുള്ളത്. നമ്മളിത് എത്ര ദിവസം എന്നുള്ളത് ആ ഭഗവതി, ആ ജഗജ്ജനനി തന്നെ തീരുമാനിക്കട്ടെ. ഇന്ന് നമുക്ക് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം, ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദീപാരാധന. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു,
ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.